മറ്റു വാർത്തകളിലേക്ക് വരുന്നു. പാലക്കാട് കഞ്ചിക്കോട് ബ്രൂവറി അനുവദിക്കാനുള്ള മന്ത്രിസഭാ തീരുമാനത്തിനെതിരെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സർക്കാർ തീരുമാനം ദുരൂഹമാണ്, ഒരു കമ്പനിക്ക് മാത്രം അനുമതി നൽകിയതിന്റെ മാനദണ്ഡം എന്താണെന്ന് വെളിപ്പെടുത്തണമെന്നും സതീശൻ ആവശ്യപ്പെട്ടു. ബ്രൂവറി തുടങ്ങാനുള്ള നീക്കത്തിന് പിന്നിൽ വൻ അഴിമതിയാണെന്ന് രമേശ് ചെന്നിത്തല ആരോപിച്ചു. അനുമതി നൽകിയത് മാനദണ്ഡങ്ങൾ പാലിച്ചാണെന്നും പ്രതിപക്ഷ ആരോപണം സ്വാഭാവികമെന്നും എക്സൈസ് മന്ത്രി എം പി രാജേഷ് മറുപടി നൽകി. ഇപ്പോൾ പൊടുന്നനെയാണ് ഇന്നലെ മന്ത്രിസഭാ യോഗത്തിൽ ഒരു പുതിയ ഡിസ്റ്റിലറി യൂണിറ്റ് പാലക്കാട് ജില്ലയിലെ കഞ്ചിക്കോട് പുതുശ്ശേരി പഞ്ചായത്തിൽ ആരംഭിക്കാനുള്ള അനുമതി കൊടുത്തത്. ഇതിന്റെ പിന്നിൽ വൻ അഴിമതിയുണ്ട് എന്ന് ഞാൻ ആരോപിക്കുകയാണ്. ഇത് ഈ എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കും എന്ന കാര്യം കഴിഞ്ഞ വർഷത്തെ മദ്യനയത്തിൽ പ്രഖ്യാപിച്ച കാര്യമാണ്. ആ നയത്തിനനുസരിച്ച് നടപടിയിലേക്കാണ് സർക്കാർ കടന്നിട്ടുള്ളത്. മധ്യപ്രദേശ്, ഹരിയാന, അതുപോലെ രാജസ്ഥാൻ ഇവിടെയൊക്കെ കഴിഞ്ഞ എത്രയോ വർഷമായിട്ട് 10-20 വർഷമായി ഈ പ്രവൃത്തിയിൽ ഏർപ്പെട്ടിട്ടുള്ള വലിയ അനുഭവ സമ്പത്തുള്ള ഒരു സ്ഥാപനം അപേക്ഷിച്ചു. എല്ലാ പരിശോധനകളും നടത്തി അവർക്ക് എല്ലാ നിയമവും അനുസരിച്ച് ഇത് ആരംഭിക്കുന്നതിനുള്ള പ്രാരംഭാനുമതിയാണ് മന്ത്രിസഭ നൽകിയിട്ടുള്ളത്. സ്വാഭാവികമാണല്ലോ, പ്രതിവർഷം ഇത്തരം ആക്ഷേപങ്ങളുമായിട്ട് വരുമെന്നുള്ളത് സ്വാഭാവികമല്ലേ. സെയ്ഫ് സൈനുലാബ്ദീൻ വിശദാംശങ്ങൾ നൽകും. സെയ്ഫ്, ഈ ബ്രൂവറി ലൈസൻസിന് പിറകിൽ എന്ത് അഴിമതിയാണ് ഇപ്പോൾ പ്രതിപക്ഷം ആരോപിക്കുന്നത്? ഈ ഒരു കമ്പനിക്ക് മാത്രം അനുമതി നൽകിയതിന്റെ മാനദണ്ഡമാണല്ലോ ചോദ്യം ചെയ്യപ്പെടുന്നത്. അക്കാര്യത്തിൽ എന്ത് വിശദീകരണമാണ് സർക്കാർ നൽകാനുണ്ടാവുക? സൈഫുദ്ദീൻ, ഇന്നലെ ചേർന്ന മന്ത്രിസഭാ യോഗമാണ് ഒയാസിസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിക്ക്, പാലക്കാട് കേന്ദ്രീകരിച്ച് കഞ്ചിക്കോട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കമ്പനിക്ക് ബ്രൂവറി തുടങ്ങാനുള്ള അനുമതി നൽകുന്നത്. അത് കഴിഞ്ഞ മദ്യനയത്തിന്റെ ഭാഗമായി ബ്രൂവറി അനുവദിക്കാൻ വേണ്ടിയുള്ള തീരുമാനമെടുത്തിരുന്നു. അതിന്റെ തുടർച്ചയെന്നോണമാണ് ഇപ്പോൾ അനുമതി നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് സംസ്ഥാന സർക്കാരിന്റെ വിശദീകരണം. കേന്ദ്ര മാനദണ്ഡങ്ങളുണ്ട്, സംസ്ഥാനത്തിന്റെ മാനദണ്ഡങ്ങളുണ്ട്, ഇതെല്ലാം പാലിച്ചുകൊണ്ടാണ് ഈ അനുമതി നൽകിയിരിക്കുന്നതെന്ന വിശദീകരണമാണ് എക്സൈസ് വകുപ്പിൽ നിന്ന് എക്സൈസ് വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രി എം പി രാജേഷ് അടക്കം വ്യക്തമാക്കുന്നത്. രമേശ് ചെന്നിത്തല കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത്, ആദ്യ പിണറായി സർക്കാരിന്റെ കാലത്ത് ഉന്നയിച്ച പല ആരോപണങ്ങളിൽ ഒന്ന് ബ്രൂവറി ലൈസൻസുമായി ബന്ധപ്പെട്ടായിരുന്നു. അത് തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ അടക്കം വിവിധ ഹർജികൾ സമർപ്പിക്കപ്പെട്ടു. അന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നേരിട്ട് തന്നെ ഹർജി സമർപ്പിക്കുകയും അതുമായി ബന്ധപ്പെട്ട നിയമപരമായ നടപടിക്രമങ്ങളിലേക്കെല്ലാം കടക്കുകയും ചെയ്തതാണ്. പിന്നീട് സംസ്ഥാന സർക്കാർ, അതിൽ നിന്ന് പിന്നോട്ട് പോവുകയും ചെയ്തു. ഇപ്പോൾ ബ്രൂവറി അനുവദിച്ചതിൽ വീണ്ടും അഴിമതി ആരോപണം ഉന്നയിക്കുകയാണ് പ്രതിപക്ഷം ചെയ്യുന്നത്. മുൻ പ്രതിപക്ഷ നേതാവ് മാത്രമല്ല, പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഈ ആരോപണം ഉയർത്തി വരുന്നുണ്ട്. രമേശ് ചെന്നിത്തല കുറച്ചുകൂടി കൂടുതൽ കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ബ്രൂവറി വിഷയത്തിൽ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് തന്നെ താൻ ആരോപണം ഉന്നയിച്ചതാണെന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നതിനൊപ്പം തന്നെ ഈ പുതുതായിട്ട് ബ്രൂവറികൾ, ഡിസ്റ്റിലറികൾ അനുവദിക്കേണ്ട എന്ന് ഒരു അന്വേഷണ റിപ്പോർട്ട് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് സംസ്ഥാന സർക്കാരിന് കിട്ടിയിട്ടുണ്ട്. അത് മറികടന്നുകൊണ്ടാണ് ഈ തീരുമാനം എന്നുള്ള ആരോപണം രമേശ് ചെന്നിത്തല മുന്നോട്ട് വെക്കുകയാണ്. ജനങ്ങൾ ഒറ്റക്കെട്ടായി പ്രതിഷേധിച്ച സ്ഥലത്താണ് ബ്രൂവറി അനുവദിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. പ്ലാച്ചിവട സമരം നടത്തിയ ആൾക്കാർ തന്നെയാണ് ഈ ബ്രൂവറി അനുവദിക്കുന്നത്. ദിവസം 5 ലക്ഷം ലിറ്റർ വെള്ളം അവിടെ വേണ്ടിവരും. ആ ദിവസം എന്നല്ല, 5 ലക്ഷം ലിറ്റർ വെള്ളം അവിടെ വേണ്ടിവരും. അത് ഉപയോഗിക്കാനുള്ള അനുമതി ഇതുവഴി സംസ്ഥാന സർക്കാർ നൽകുകയാണ്. കുടിവെള്ളത്തിന്റെ ക്ഷാമം ഉണ്ടാകും എന്ന ആരോപണം മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഉന്നയിക്കുന്നു. അതിനൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഈ തീരുമാനം ദുരൂഹമാണ്, ആ തീരുമാനത്തിൽ നിന്ന് സംസ്ഥാന സർക്കാർ പിന്നോട്ട് പോകണം എന്ന ആവശ്യം മുന്നോട്ട് വെക്കുന്നുണ്ട്. വെള്ളത്തിന്റെ പ്രശ്നം അവിടെ ഉണ്ടാകില്ല എന്ന മറുപടി സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നുണ്ട്. എന്തായാലും ബ്രൂവറി ഇപ്പോൾ അനുവദിച്ചത് അത് ഈ ഒരു രാഷ്ട്രീയ ആരോപണങ്ങളിൽ മാത്രം നിൽക്കും എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ കരുതാൻ കഴിയില്ല. നിയമപോരാട്ടത്തിലേക്ക് പോലും കടക്കാനുള്ള സാധ്യത തള്ളിക്കളയാതെയാണ് രണ്ട് നേതാക്കന്മാരുടെയും പ്രതികരണം വന്നിരിക്കുന്നത്. പ്രതിപക്ഷത്തെ രണ്ട് നേതാക്കന്മാരുടെയും പ്രതികരണം വന്നിരിക്കുന്നത്.